എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷുവാശംസകൾ. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഞങ്ങളുടെ ഒരു കൊച്ചു വിഷു സെലിബ്രേഷനാണ്. സെലിബ്രേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, ഇവിടുത്തെ കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ്. രാവിലെ തൊട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തെന്നുള്ള കാര്യങ്ങളാണ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ചെയ്യുന്നത് പോലെ കണിയൊക്കെ ഒരുക്കി ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് കണിയൊക്കെ കണ്ടു. പിന്നെ വിഷുക്കൈ നീട്ടമൊക്കെ കിട്ടി. നമ്മുടെ വല്യച്ഛൻ്റെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു. അത് ഇവിടുത്തെ ഒരു ആചാരമാണ്. നമ്മൾ എപ്പോഴും അടുത്ത് തന്നെയാണ് വീട്, അപ്പോൾ അവർ ഇവിടെയും വന്ന് കൈനീട്ടം വാങ്ങാറുണ്ട്, ഞങ്ങൾ അവിടെയും പോയി വാങ്ങാറുണ്ട്. അപ്പോൾ കൈനീട്ടമൊക്കെ വാങ്ങിച്ചു. പിന്നെ അമ്പലത്തിലൊക്കെ പോയി, രാവിലെ അമ്പലത്തിലൊക്കെ പോയി ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇനി ഒരുപാടൊന്നുമില്ല, ഇവിടുത്തെ ആചാരങ്ങൾ മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ കണി വെച്ചതിൽ കുറച്ച് സ്പെഷ്യലായിട്ട് 2-3 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് തരാം. എനിക്കും ഇത് ഫസ്റ്റ് ടൈമാണ്, കാരണം ഞാനിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കൂടിയും ഇന്നലെ ഇപ്പോൾ വിഷുവിന് കണി ഒരുക്കുന്ന സമയത്താണ് അച്ഛൻ പറഞ്ഞു തന്നത് അത് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതും കൂടി നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇനി ബാക്കി വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതാണ് വിഷുവിന് കണി ഒരുക്കുന്നതിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് മുതുമുത്തശ്ശിമാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ആഭരണമാണ്. എറൗണ്ട് ഒരു 150 years ഓൾഡ് ആണ് ഈ ഒരു ആഭരണം എന്ന് പറയുന്നത്. ഇതിനെ തോട എന്നാ പറയുന്നത്. പണ്ടത്തെ കാലത്തൊക്കെ ഇയറിംഗ് മീൻസ് ചെവി വന്നിട്ട് ഒരു ഹോള് പോലെ ആക്കിയിട്ട് അതിനുള്ളിലൂടെ ഇടുകയാണ്. ഇതിലിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കും. അങ്ങനെയുള്ള ഒരു ആഭരണമാണ് ഇത്. എല്ലാ പ്രാവശ്യവും നമ്മുടെ വിഷുവിന് കണി ഒരുക്കുമ്പോൾ ഇതും അതിൻ്റെ കൂടെ വെക്കാറുണ്ട്. കണി ഒരുക്കുന്നതിൽ ഇതും ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞത് ഇതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിക്കാശ് എന്ന് പറയും. ഇത് തനി വെള്ളി തന്നെയാണ്. ഇത് പണ്ടത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ നമ്മൾ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാശാണ് ഈ വെള്ളിക്കാശ്. ഇത് വെള്ളി തന്നെയാണ്, ഒറിജിനൽ വെള്ളി തന്നെയാണ്. അപ്പം അതിനകത്ത് ഫ്രണ്ടിൽ ബ്രിട്ടീഷ് ഏതെങ്കിലും രാജാവാണോ എന്നൊന്നും അറിയില്ല, ഒരു ബ്രിട്ടീഷ് യജമാനോ അങ്ങനെയൊക്കെ പറയാം, അങ്ങനെ ഒരു സിമ്പിളുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ 1 rupee എന്ന് എഴുതിയിട്ടുണ്ട്. ഇയർ വന്നിട്ട് 1912 ആണ് പറഞ്ഞിരിക്കുന്നത്. 1912 ഉള്ള നാണയമായിട്ടാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ബ്രിട്ടീഷുകാർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാശാണ്, വെള്ളിക്കാശ്. ഇതും നമ്മൾ എല്ലാ പ്രാവശ്യവും ഇവിടെ കണി വെക്കുമ്പോൾ ഇതും വെക്കാറുണ്ട്. അപ്പോൾ അടുത്ത കണിയിൽ വെക്കുന്ന ഒരു ഐറ്റം ആണ് ഇതല്ല, ഇതിനുള്ളിലുള്ളത്. ഇത് വെള്ളി ചെപ്പാണ്. ഇതിനുള്ളിലാണ് നമ്മൾ അത് ഇട്ട് വെക്കുന്നത്. ഇത് പുതുപ്പണം. ഇതൊരു 200 വർഷത്തോളം പഴക്കമുള്ളതാണ്. ഇത് എന്തിനാ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലഘട്ടത്തിലുള്ളതാണ്. ഇപ്പോൾ ആചാരമൊന്നും ഇല്ല. പഴയ കാലഘട്ടത്തിൽ ആരെങ്കിലും മരിക്കുന്നതിനൊക്കെ കുറച്ച് മുന്നേ ഇത് വായിലിട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതിപ്പോഴല്ല, കുറേ മുന്നത്തെ ആചാരമാണ്. അതിനുപയോഗിച്ചുകൊണ്ടിരുന്നതാണിത്. ഇത് ഗോൾഡ് തന്നെയാണ്, സ്വർണം തന്നെയാണിത്. അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതും നമ്മൾ എല്ലാ പ്രാവശ്യത്തും വിഷുവിന്, എല്ലാ വർഷവും വിഷുവിന് കണി ഒരുക്കുമ്പോൾ ഇതും നമ്മൾ അതിൽ വെക്കാറുണ്ട്. അടുത്തത് ഇതാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാണയങ്ങളൊക്കെ അടുക്കി വെക്കില്ലേ, അതുപോലെയാണുള്ളത്. പക്ഷെ ഇത് നാണയം അടുക്കി വെച്ചതല്ല, ഇത് അങ്ങനെ തോന്നുന്നത് പോലെയുള്ളൊരു ചെപ്പാണ്. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പം ഇതിനകത്ത് ഇപ്പം ഒരു ഗോൾഡിൻ്റെ ഒരു സംഭവമാണ് ഇട്ട് വെച്ചിരിക്കുന്നത്, പവൻ ആണ് ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റും. നമുക്ക് സേഫ് ആയിട്ടൊരു സാധനം, കുഞ്ഞു സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ചെപ്പാണ്. ഇത് ഒരു 1934 പോലെയാണെങ്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ½ rupee ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഇതിനകത്തും ബ്രിട്ടീഷിൻ്റെ ഏതോ രാജാവോ വല്ലതായിരിക്കും, അതും ഇതിനകത്തുണ്ട്. അപ്പോൾ അടുത്ത ഐറ്റം ഇതാണ്.
അപ്പോൾ ഇപ്പോൾ കണ്ടതൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ്. അതൊക്കെ ഞാനും ഫസ്റ്റ് ടൈമായാണ് ഇവിടെ വന്നതിന് ശേഷം കാണുന്നത്. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, അങ്ങനെയാണ് ഷെയർ ചെയ്തത്. പിന്നെ ബാക്കി നമ്മളെല്ലാം നോർമലായിട്ട് വെക്കില്ല, ഫ്രൂട്ട്സ്, പിന്നെ ഒരു പുതിയ പുടവ, പിന്നെ ഗോൾഡിൻ്റെ എന്തെങ്കിലും ഐറ്റംസ്, ക്യാഷ്, ഇതൊക്കെയാണ് നോർമലി വെക്കുന്നത്. അത് കൂടാണ്ട് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ്, ഞാനും കണ്ടിട്ടില്ലാത്ത ഐറ്റംസ് ആയതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ അതുപോലെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതും കുറച്ച് വെറൈറ്റിയാണ്. കാരണം എല്ലായിടത്തും ഉണ്ടോയെന്ന് അറിയത്തില്ല. പാലക്കാട് ചില സ്ഥലങ്ങളിൽ, ഇപ്പം നമ്മുടെ സ്ഥലം പോലെ ചില സ്ഥലങ്ങളിലൊക്കെ വിഷുവിന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതാണ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള കഞ്ഞിയാണ്. പിന്നെ അതിൻ്റെ കൂടെ പുളി അമര എന്ന് പറഞ്ഞിട്ടൊരു കറി ഉണ്ടാക്കും. അതും പിന്നെ ചെറുപയറിൻ്റെ ഉപ്പേരിയും, തോരനില്ലേ ചെറുപയറിൻ്റെ ഉപ്പേരിയാണ് ഉള്ളത്. ഇത് മൂന്നും കൂട്ടിയിട്ടാണ് രാവിലത്തെ ഫുഡ് കഴിക്കുന്നത്. അത് നെയ്യൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട്, പക്ഷേ അത് ആ സമയത്ത് നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പം ഞാൻ കാണിച്ചു തരാം, അത് എങ്ങനെയാണുള്ളതും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഉച്ചക്കലത്തെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. നല്ല തേങ്ങ ഒക്കെ കിട്ടിയിട്ടുള്ള കഞ്ഞിയാണ് ഉച്ചക്കലത്തേക്കുള്ളത്. അതിൻ്റെ കൂടെ രാവിലത്തെ ചെറുപയർ ഉപ്പേരിയും പിന്നെ എക്സ്ട്രാ പപ്പടമാണുള്ളത്. പപ്പടവും നെയ്യും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടെയുള്ള ഒരു കുട്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ നെക്സ്റ്റ് വീഡിയോസ് അപ്പോഴപ്പോഴും കാണാൻ പറ്റുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും